മുഖ്യമന്ത്രിയെ പോലെ ഇത്രയും കാപ്പട്ടിയുള്ളൊരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഷാഫി പറമ്പിൽ വടകര വന്നിറങ്ങിയപ്പോൾ അവിടെ മുസ്ലിം ലീഗിൻ്റെ പതാകകളുണ്ടായി എന്ന പേരിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല സൈറ്റുകളിലും വടകര പാകിസ്ഥാനിലാണോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതേ മാർക്സിസ്റ്റ് പാർട്ടി വയനാട്ടിലെത്തുമ്പോൾ ലീഗിൻ്റെ പതാക ഇല്ലാത്തതിൽ വേദന കൊള്ളുന്നതിൽ അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതല്ലേ. കഴിഞ്ഞ തവണ ലീഗിൻ്റെ കൊടി ഏറ്റവും അധികം ഉണ്ടായതിനെ ഏറ്റവും അധികം പരിഹസിച്ച പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണ്, BJP അല്ല. അപ്പോൾ ലീഗ് പതാക കൊണ്ടുവരണോ കൊണ്ടുവരണ്ടേ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അതിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു തരത്തിലുള്ള സേവയും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ കൊടി വേണ്ടപ്പോൾ കൊടി എടുക്കും, കൊടി വേണ്ടെങ്കിൽ കൊടി എടുക്കില്ല. അത് പോസ്റ്ററാണ് എടുക്കണം എന്ന് പറയുന്നതെങ്കിൽ പോസ്റ്റർ എടുക്കും. അത് UDFൻ്റെ തീരുമാനമാണ്, അത് ലീഗിൻ്റെ തീരുമാനമാണ്. അതിൽ പിണറായി വിജയന് യാതൊരു തരത്തിലും ഇടപെടേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് 100,000 കാര്യം വേറെ പറയാനില്ല. ഇന്ത്യയിൽ ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിഷയവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, കെജ്രിവാൾ അറസ്റ്റിലായ വിഷയങ്ങൾ, അതൊന്നും അദ്ദേഹത്തിന് കേരളത്തിൽ ഒരു ചർച്ചാ വിഷയമല്ലല്ലോ. അദ്ദേഹം ലീഗും കോൺഗ്രസും എങ്ങനെ ഇതിനകത്ത് നിന്ന് അകന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ചോര എങ്ങനെ നക്കി കുടിക്കാൻ പറ്റും എന്നുള്ളത് നോക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയോട് ഇതിൻ്റെ കാര്യത്തിൽ മറുപടി പറയേണ്ട ഒരു ഗതികേട് മുസ്ലിം ലീഗിനില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ പാകിസ്ഥാൻ എന്ന് പറയും, അല്ലാത്ത സമയത്ത് ലീഗിൻ്റെ കൊടി കാണുന്നില്ലല്ലോ എന്ന് പറയും. നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നിൽക്കാനല്ലല്ലോ UDFും ലീഗും. ഇതിൻ്റെ പേരിലൊന്നും രാഹുൽ ഗാന്ധി അവിടെ തോക്കാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് പിണറായി വിജയന് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. ദേശാഭിമാനി പത്രത്തിൻ്റെ ഓരോ ദിവസത്തെ കോളവും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ ജന്മഭൂമിയാണോ ദേശാഭിമാനിയാണോ എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് ഓരോ പത്രങ്ങളും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതാണോ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം? മോദിക്ക് വീണ്ടും സുഖമായി വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വഴികളും ഒരുക്കി കൊടുക്കുകയല്ലേ. ഈ ചർച്ചയാണോ ഇവിടെ ഗൗരവമായി ഈ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടത്? കൊടിയുടെ കാര്യമാണോ ചർച്ച ചെയ്യേണ്ടത്? അതിനപ്പുറമുള്ള എന്തെല്ലാം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നു? മോദി ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എതിരാളികളെ മുഴുവൻ കൽത്തുറുങ്കിൽ അടച്ചിരിക്കുന്നു. ഇലക്ട്രൽ ബോണ്ടിലൂടെ മാപ്പ് സാക്ഷികളെ ഉണ്ടാക്കുന്നു. കെജ്രിവാളിൻ്റെ പേര് ആദ്യം പറയാത്ത ശരത്ചന്ദ്ര റെഡ്ഡി പിന്നീട് ആ പേര് പറയുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യയിൽ വലിയ വലിയ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പം ഇദ്ദേഹത്തിന് വയനാട്ടിലെ കൊടിയാണോ പ്രശ്നം?